സോ ഹായ് ഓൾ, ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഗൈൻ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമുള്ള നമ്മുടെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ആ ഒരു ബ്രേക്ക് വന്നതിന് ശേഷമുള്ള വീഡിയോ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു ഹാപ്പി ന്യൂസുമായിട്ടായിരിക്കും ഞാൻ എന്തായാലും വരുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. നമ്മുടെ ടെലഗ്രാമിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും എല്ലാത്തിലും കൂടെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നടക്ക് അടുത്ത ഒരു 2-3 മാസത്തേക്ക് കാണില്ല എന്ന് ഞാൻ ജൂലൈ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ദുബായിലോട്ട് പോകും, എനിക്ക് കുറച്ച് ബിസിനസ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാവരും നിങ്ങൾക്ക് ഇപ്പം അറിയാം, അപ്ഡേറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്നു. സോ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഒരു സൈഡിൽ നിൽക്കട്ടെ. അപ്പം എന്താണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും പണ്ട്, അതായത് നമ്മളെല്ലാവരും പണ്ട് കഥ പറയുന്നത് പോലെ തലേ ദിവസം തന്നെ മാർക്കറ്റിനെ കുറിച്ച് പറയും. അന്ന് ലൈവ് മാർക്കറ്റിൽ നമ്മൾ ടെലഗ്രാമിൽ ഓരോരോ കാര്യങ്ങളിടും, അനാലിസിസ് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഇടുമായിരുന്നു. ഇപ്പം കംപ്ലീറ്റ്ലി ആ പറയുന്ന സംഭവങ്ങളെല്ലാം പതുക്കെ ഞാൻ പോയതിന് ശേഷം താഴോട്ട് വന്നു. അപ്പോൾ അന്നും നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ, ടീം മെമ്പേഴ്സ്, അതായത് നമ്മുടെ ഒരു ടീം ഉണ്ടായിരുന്നു, ആ ടീം നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യും, ആ ഒരു രീതിയിൽ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ബട്ട് അവർക്ക് ആ ഒരു ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ കാരണം അവരത് ഇട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ സപ്പോർട്ടിലും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ്ലി സോൾവ് ആക്കാനായിട്ട് നമ്മൾ പുതിയ ടീമിനെ, അതായത് നമ്മുടെ വർക്ക്ഷോപ്പിലൂടെ പഠിച്ചിറങ്ങിയ തന്നെ കുറച്ച് മെമ്പേഴ്സിനെ വെച്ച് നമ്മൾ പുതിയ ടീം റെഡിയാക്കി. ആ ടീം റെഡിയാക്കിയിട്ട് നമ്മൾ ബാക്ക് എൻഡിൽ അവരെ കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിച്ചു. മോർ ദാൻ 75% എപ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് റേഷ്യോ കിട്ടി, ആ സമയത്താണ് നമ്മൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും ഒന്ന് വരണമെന്നുള്ളത്. കാര്യം നമ്മളൊരു സംഭവം കാണിച്ചു തന്നു, ഇങ്ങനെ സംഭവം ട്രേഡ് ചെയ്യാം, ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും, അതിലൂടെ ജീവിക്കാൻ പറ്റും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു തന്നിട്ട് പകുതി വെച്ചിട്ട് ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ. സോ ഞാൻ അവിടെ ഇല്ലെങ്കിലും ഒരു പ്രോസസ്സ് ആയി കഴിഞ്ഞാൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. അതാണ് നമുക്ക് വേണ്ടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സംഭവം ആക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്തത്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 2 മാസമായിട്ട് നമ്മൾ ട്രയൽ റൺ നടത്തിക്കൊണ്ടിരുന്നതാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ മാന്യമായുള്ള പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് കോൺസെപ്റ്റൊക്കെ എൻറ്റയർലി വേറെ കോൺസെപ്റ്റാണ്. നമ്മുടെ CPR മാത്രം ക്ലബ് ചെയ്തുള്ള പരിപാടിയും കാര്യങ്ങളൊന്നുമല്ല. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ എൻ്റെ പേഴ്സണൽ ട്രേഡിംഗ് ലൈഫിനെ കുറിച്ച് ആദ്യം എനിക്കൊന്ന് പറയണമെന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഞാൻ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിലാണ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അൽഹംദുലില്ലാ നല്ല രീതിയിൽ അതായിരുന്നു നമ്മുടെ മാസ്റ്റർ ഏരിയ എന്ന് പറഞ്ഞാൽ അതായിരുന്നു. പിന്നെ വളരെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാരണം അതായത് എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാരണം, നമ്മുടെ റിലീജിയസ് എത്തിക്സ് കാരണം ഞാൻ ഡെറിവേറ്റീവ് ട്രേഡിങ്സിന് മുന്നോട്ട് അങ്ങനെ ഓവർ ഫോക്കസ് ചെയ്യുന്നില്ല. ബിക്കോസ് വളരെ റീസെൻ്റായിട്ട് ഞാൻ വളരെ ഡീസൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു അനാലിസിസും കാര്യങ്ങളും ഒക്കെ നടത്തിയ സമയത്ത് ഞാൻ മനസ്സിലാക്കി, ഇന്നക്ക് ഡെറിവേറ്റീവ് ട്രേഡിംഗ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എൻ്റെ കുറച്ച് എത്തിക്സ് പ്രകാരം എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. അപ്പം ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുള്ളതും മാസ്റ്റർ ചെയ്തിട്ടുള്ളതും ഒരു സംഭവം അതാണ്, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതും അതാണ്. അപ്പം അത് ഞാനില്ലെങ്കിലും പകുതി വെച്ച് സ്റ്റക്കായി പോകാൻ പാടില്ല. അതെനിക്ക് വളരെയധികം നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിന് ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് പുതിയ നമ്മുടെ ടീം മെമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, ആ പറയുന്ന അതേ കാര്യങ്ങളെല്ലാം റെസ്യൂം ചെയ്യാൻ പോവുകയാണ്. ഒന്ന്, നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ടെലഗ്രാമിൽ സപ്പോർട്ട് തരൽ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റ് അത് പ്ലാൻ ചെയ്തതിന് മുന്നേ, ഞാൻ വിഷയത്തിൽ നിന്ന് മാറുമല്ല, അത് പ്ലാൻ ചെയ്തതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് പറയാനുണ്ട്. നമ്മൾ CPR ബേസ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ്, കംപ്ലീറ്റ്ലി ടെക്നിക്കൽ ട്രേഡേഴ്സ് ആയിരുന്നു. സോ ഇപ്പോൾ മാർക്കറ്റ് വളരെ ബൂമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി. സോ നമ്മൾ എന്തായത് ഇതിങ്ങനെ നമ്മൾ ക്ലബ് ചെയ്ത് ഇതും CPRും ബാക്കിയുള്ള കാര്യങ്ങളും ICT എല്ലാം കൂടെ ക്ലബ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെല്ലാം വർക്കൗട്ട് ആവുന്നുണ്ട്. സ്മാർട്ട് മണി കോൺസെപ്റ്റ് വർക്കൗട്ട് ആവുന്നുണ്ട്, CPR വർക്കൗട്ട് ആവുന്നുണ്ട്, അതേപോലെ ICT ട്രേഡിംഗ് വർക്കൗട്ട് ആവുന്നുണ്ട്. സോ ICT എന്ന് പറഞ്ഞാൽ ഇന്നർ സർക്കിൾ ട്രേഡ് എന്ന് പറയുന്നൊരു സ്ട്രാറ്റജിയാണ്. അപ്പം അതും അത്യാവശ്യം മാർക്കറ്റിൽ ഇപ്പോൾ നല്ല രീതിയിൽ വർക്കാവുന്നൊരു സംഭവമാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ, ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോക്കസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ്. അതിനകത്ത് നമ്മുടെ ടീം മെമ്പേഴ്സ് തന്നെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ നോക്കും. ഒരാൾ സ്മാർട്ട് മണി കോൺസെപ്റ്റ് നോക്കും, ഒരാൾ നമ്മുടെ ICT സെറ്റപ്പ് നോക്കും, ഒരാൾ നമ്മുടെ CPR സെറ്റപ്പ് നോക്കും. അപ്പോൾ ഈ പറയുന്ന മാക്സിമം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജീസിൽ കോമൺ ആയിട്ട് എല്ലാ സ്ട്രാറ്റജീസിലും കൂടെ ക്ലബ് ചെയ്ത് ഒരു എൻട്രി ചില സമയത്ത് വരും. അതായത് ഇപ്പോൾ സ്മാർട്ട് മണി കോൺസെപ്റ്റ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ കാണും, അവർക്കും അവിടെ എൻട്രി ഓപ്ഷൻ കാണും. ICT ട്രേഡ് ചെയ്യുന്ന അവർക്കും അതിനകത്ത് എൻട്രി ഓപ്ഷൻ കാണും. CPR ട്രേഡ് ചെയ്യുന്ന അവർക്കും അതിനകത്ത് എൻട്രി ഓപ്ഷൻ കാണും. സോ സ്മാർട്ട് മണി കോൺസെപ്റ്റ്, അതേപോലെ ICT ട്രേഡിംഗ് പ്ലസ് റീറ്റെയിലേഴ്സ് ഇമോഷൻ, ഈ പറയുന്ന 3 കാര്യങ്ങളൂടെ ക്ലബ്ബ് ചെയ്ത് ഒരേ സമയത്ത് എവിടെ വരുന്നോ, ഒരു സ്വീപ്പിംഗ് എവിടെ നടക്കുന്നോ അവിടെ വെച്ച് ട്രേഡ് എടുക്കുന്ന പരിപാടിയാണ് നമ്മുടെ പിള്ളേർ ഇപ്പോൾ മാസ്റ്റർ ചെയ്തത്. അപ്പോൾ അത്
നിങ്ങൾക്ക് എത്തിക്കണമെന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് നമ്മൾ തുടങ്ങിയ നിങ്ങൾക്ക് ഓർമ്മയുണ്ടേ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടിരുന്നതാണ്. അപ്പോൾ അത് ഇന്നാണക്ക് ആ സീരീസ് തുടങ്ങാനിരുന്ന സമയത്താണ് ഇന്നാണക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണം നമുക്ക് ഇറക്കാൻ പറ്റാതെ വന്നതും നമ്മൾ അങ്ങനെ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്ക് പുറത്ത് പോകേണ്ടി വന്നു. അപ്പോൾ ആ സംഭവം വെച്ച് നമ്മൾ ബാക്ക് ടെസ്റ്റ് നടത്തി സക്സസ് ആയ സംഭവമാണ് ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ട്രേഡിങ്ങിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മാത്രം വെക്കാനുള്ളതല്ല. അറിവെന്ന് പറയുന്നത് എപ്പോഴും അത് പകർന്നു പോകാനുള്ള സംഭവമാണ്. സോ ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന സെറ്റപ്പ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. ഒന്ന്, ടെലഗ്രാമിൽ രാവിലെ തന്നെ നിങ്ങൾക്ക്, അതായത് നമ്മുടെ ടെലഗ്രാം അറിയാമല്ലോ, ദ സീക്രട്ട് ബൈ മുഹമ്മദ് നജീബ് നാസർ എന്ന് പറയുന്നത്, അതായത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ള വാട്സപ്പിൻ്റെ നമ്പർ ഉണ്ട്, വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, എല്ലാം താഴെ തന്നെ ഉണ്ട്. അപ്പോൾ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ. രാവിലെ ആകുമ്പോഴത്തേക്ക് മാർക്കറ്റിൻ്റെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അനാലിസിസും കാര്യങ്ങളും നമ്മൾ അവിടെ എന്തായാലും ഇടും. അത് ഷെയർ ചെയ്ത് തന്നതിന് ശേഷം മാർക്കറ്റിൽ ചുമ്മാ നമ്മൾ എടുപിടി എന്ന് പറഞ്ഞ ട്രേഡ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന ഡിഫറൻറ്റ് സംഭവത്തിൽ ഒരേപോലെ വരുമ്പോൾ ചില സംഭവങ്ങൾ അപ്പം തന്നെ നമുക്ക് പ്രോഫിറ്റ് തരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വന്ന് ടൈപ്പ് ചെയ്ത് ഇടാൻ സമയമൊന്നും കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെ ഒരു ട്രേഡിന് എൻട്രി കിട്ടുന്ന സാഹചര്യം വരുമ്പോൾ തന്നെ നമ്മുടെ ടീം പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടെലഗ്രാം ചാനലിൽ തന്നെ നമുക്ക് ലൈവ് സ്ട്രീം പോകാൻ പറ്റും. അപ്പോൾ ഒരു ട്രേഡിലോട്ട് വരുന്നെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ട്രേഡിൻ്റെ സെറ്റപ്പ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അവർ ടെലഗ്രാമിൽ തന്നെ അപ്പോഴേ ലൈവിൽ വരും. ലൈവ് സ്ട്രീമിൽ വന്നതിന് ശേഷം ആ സമയത്ത് നിങ്ങൾക്ക് ആർക്കൊക്കെ ജോയിൻ ആവാം, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ജോയിൻ ആവാം. അതിനകത്ത് അവർ ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഫ്രീ ആയിട്ട്. എന്താണ് നമ്മൾ എടുക്കാൻ പോകുന്ന ട്രേഡ് എന്നുള്ളത് അവർ ഫ്രീ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിനുശേഷം ആ ലൈവിൽ കയറാൻ പറ്റാത്ത ആൾക്കാരും ചിലപ്പോൾ കാണും. അവർക്കും ആ ട്രേഡ് മിസ്സാവാൻ പാടില്ലല്ലോ. അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഏത് ട്രേഡാണോ അത് ലൈവിൽ പറയുന്നത് ആ ട്രേഡ് ലൈവ് കട്ടാവുന്ന ഉടനെ തന്നെ അത് റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡും കൂടെ നമ്മൾ ആ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ ലൈവിൽ കയറാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്തതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റപ്പ്. അപ്പോൾ ഇൻ കേസ് നമ്മൾ എടുക്കുന്ന ഒരു ആദ്യത്തെ എൻട്രി ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ഫ്ലിപ്പ് എൻട്രീസ് വരും. അതൊക്കെ പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വന്ന് ടൈപ്പ് ചെയ്ത് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ടെലഗ്രാം എപ്പോഴും ഫോക്കസ് ചെയ്ത് വെക്കുക. അങ്ങനെ എപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ, ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ലൈവിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരും. TSP സോൺ ലൈവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾ മാക്സിമം ടെലഗ്രാമിൽ ഫ്രീ ആയിട്ട് കയറുക. ആ ട്രേഡ് അവരെന്താണോ പറയുന്നത് അത് ശ്രദ്ധിച്ചിരുന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ അനാലിസിസ് കൂടെ ക്ലബ് ചെയ്യുക. അതിനുശേഷം ട്രേഡിലോട്ട് എൻ്റർ ആവാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ഒന്നാമത്തെ സംഭവം. അതിനുശേഷം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് കിട്ടി. ഇത് കൂടാതെ മെയിനായിട്ട് നമ്മുടെ പിള്ളേർക്ക് TSP പ്രോ ആർമിയിലുള്ള പിള്ളേരുടെ അടുത്തെല്ലാം ആദ്യം ഞാൻ വളരെയധികം ഒരു ക്ഷമ പറയുകയാണ്. അതായത് എൻ്റെ നല്ല രീതിയിലൊരു ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട്. അതെല്ലാം ഇനി റിസോൾവ് ആയിക്കോളും. നിങ്ങളെയും പ്രത്യേകിച്ച് അവിടെ കാണുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം റിസോൾവ് ചെയ്യാനായിട്ടൊരു ടീമുകളും ഉണ്ട്. അവിടെ ആരാണോ മെസ്സേജ് ഇടുന്നത് അവരുടെ അടുത്ത് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അതായത് പുതിയ സ്ട്രാറ്റജീസും കാര്യങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായുള്ള ഒരു ബുദ്ധിമുട്ട് ആദ്യം ഫേസ് ചെയ്ത് വരും. പക്ഷേ അത് മനസ്സിലാവാൻ വേണ്ടിയാണ് ചുമ്മാ നമ്മളിങ്ങനെ പണ്ടും പറയുന്നത് പോലെ ബൈ ചെയ്തോ സെല്ല് ചെയ്തോ ഇങ്ങനെ പറയുന്നതിലുപരി അത് ഡീറ്റെയിൽ ആയിട്ട് ടെലഗ്രാമിൽ ലൈവിൽ നിങ്ങൾക്കിരുന്ന് പറഞ്ഞു തരും. ലൈവിൽ കയറാൻ പറ്റുന്നവർ ലൈവിൽ കയറുക, അല്ലാത്തവർക്ക് ആ ലൈവിൽ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡായിട്ട് അവിടെ ഇടും. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് പോലെ നമ്മുടെ ടീമിൽ അവർ സംസാരിക്കണമെന്നില്ല. കാര്യം അവർ ക്യാമറയുടെ മുന്നിലിരുന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അവർ പ്യുവർ ട്രേഡേഴ്സാണ്. സോ ആദ്യ സമയങ്ങളിൽ അവർ ഈ ക്യാമറയുടെ മുമ്പിലിരുന്ന് പറയുന്നതിലോ അല്ലത്തിലോ വേറെ എന്തെങ്കിലും തെറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വേണം ചോദിച്ച് മനസ്സിലാക്കാം. കാര്യം അവരിത് എന്തായാലും ഫ്രീ ആയിട്ട് നിങ്ങൾക്കും കൂടെ പ്രൊവൈഡ് ചെയ്ത് കാര്യങ്ങൾ തരികയാണ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. അവർ പറയുന്നത് മനസ്സിലാവുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ദയവേത് പറയാതിരിക്കുക. കാര്യം അവർ മെൻറ്റേഴ്സ് അല്ല, ടിപ് ടോപ്പായിട്ടുള്ള മെൻറ്റേഴ്സ് അല്ല. അവർ ഭയങ്കര പ്രൊഫസേഴ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല. അവർ നിങ്ങളെപ്പോലെ ട്രേഡ് ചെയ്ത് ട്രേഡിങ്ങിൽ സക്സസ് ആയ ആൾക്കാർ. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും ഒരേ സ്കില്ല് ഒരേണക്ക് കിട്ടണമെന്നില്ല. നിങ്ങൾ എത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നോ, സംശയങ്ങൾ ചോദിക്കുന്നോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, അവർക്കും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി അതിനുശേഷം വൈകുന്നേരം ഈ ടെലഗ്രാമിൽ നമ്മൾ സാധനങ്ങൾ ഇട്ടതിന് ശേഷം ഈ ടെലഗ്രാമിൽ സാധനങ്ങൾ ഇട്ടു, ഓക്കെ, കാര്യങ്ങൾ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ്, ഈ സംഭവങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസം വൈകുന്നേരം ഒരു 7 മണി അല്ലെങ്കിൽ ഒരു 7:30 ആവുന്ന സമയത്ത് നാളത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ചാർട്ട് വിത്ത്
TSP ഷോ ഇല്ലേ, അതും നമ്മൾ റെസ്യൂം ചെയ്യാൻ പോവുകയാണ്. അന്നത്തെ ദിവസം മാർക്കറ്റിൽ എവിടെ ആയിരുന്നു സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ്, അത് നമുക്ക് എന്താണ് പാളിച്ച പറ്റിയത്, അത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കേണ്ടുള്ള ഇമ്പോർട്ടൻറ്റ് സോൺസ്, എന്നിട്ട് ആ ഇമ്പോർട്ടൻറ്റ് സോൺസിൽ ലൈവ് മാർക്കറ്റിൻ്റെ ഓപ്പൺ സെൻറ്റിമെൻറ്റ്സ് ബേസിലാണ് ഇത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നുള്ളത് അവർ പറയുന്നത്. അപ്പോൾ തലേന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ആ സമയത്ത് മാർക്കറ്റ് വരുമ്പോൾ അത് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അവർ ടെലഗ്രാമിൽ ലൈവ് വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, സെറ്റപ്പ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇനി വേണ്ടുന്ന എന്താണ്, ഇതെന്തിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സക്സസ് റേഷ്യോ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. എടുക്കുന്ന ട്രേഡിൻ്റെ സക്സസും കാര്യങ്ങളും നിങ്ങൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ എടുക്കുന്ന സക്സസും കാര്യങ്ങളും എല്ലാം ബട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ബേസിൽ മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ഒരു ട്രേഡ് ലോസ്, ഒരു ട്രേഡ് പ്രോഫിറ്റ്. അപ്പോൾ ഒരിക്കലും ഒരെണ്ണം ലോസ് ഒരെണ്ണം പ്രോഫിറ്റ് അങ്ങനെ ചിന്തിക്കരുത്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ഓരോ ടെക്നിക്കും സ്റ്റോപ്പ് ലോസ് കുറവും ടാർഗറ്റ് വളരെ ഭീകരമായിട്ടുള്ളതുമാണ്. അതായത് അങ്ങനത്തെ സ്ട്രാറ്റജീസിൻ്റെ വീഡിയോസ് ആയിരിക്കും നമ്മളിനി ഇടാൻ പോകുന്നത്, അങ്ങനത്തെ ട്രേഡ് ആയിരിക്കും നമ്മളിനി പറയാൻ പോകുന്നത്. കാര്യം പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പോട്ടിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ നല്ല രീതിയിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്ക് നിഫ്റ്റിയുടെ എടുക്കുകയാണെങ്കിൽ 100 പോയിൻറ്റും 150 പോയിൻ്റൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കണം. ഇനി നമ്മൾ പ്രീമിയത്തിൽ ബാങ്ക് നിഫ്റ്റിയിൽ പോലും മാക്സിമം നമ്മളൊരു 30 പോയിൻറ്റ് പ്രീമിയത്തിൽ അല്ലെങ്കിൽ ഒരു 50 പോയിൻറ്റ് പ്രീമിയത്തിൽ വരുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ മിനിമം 1:2, 1:3, 1:5 വരെ പോകും. ഫോർ എക്സാമ്പിൾ മിനിങ്ങാന്നിട്ട ട്രേഡ് 1:5 ആണ് പ്രോഫിറ്റ് എടുത്തത്. നമ്മൾ ടെലഗ്രാം ചെക്ക് ചെയ്താൽ മതി. ഈ തിങ്കളാഴ്ച മുതൽ അവർ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. യൂട്യൂബിൽ ഞാൻ ഈ കാര്യം നിങ്ങളെ അറിയിച്ചതിന് ശേഷം അപ്ലോഡ് ചെയ്താൽ മതി എന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ എടുക്കുന്ന ഓരോ ട്രേഡിൻ്റെ ജേണൽ നിങ്ങൾ തന്നെ കീപ്പ് ചെയ്ത് വെക്കുക. കാര്യം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇന്നിട്ട് വളരെ കുറവായിരിക്കും, ടാർഗറ്റ് കൂടുതലായിരിക്കും. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1:5 ടാർഗറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത 5 ട്രേഡ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയാൽ പോലും നമുക്ക് പ്രശ്നമില്ല. സോ അത്തരത്തിലുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇനി പ്ലാൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയുള്ള സെറ്റപ്പിലാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. വെറുതെ ജസ്റ്റ് ചുമ്മാ ടെലഗ്രാമിൽ വന്നൊരു വേർഡ്സ് ഇടാതെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ തന്നെ ടെലഗ്രാമിൽ നിങ്ങൾ നോക്കിയാൽ മതി. പരമാവധി വോയിസിലൂടെയും ടെലഗ്രാം ലൈവ് ചാനലിലൂടെയൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ, ലൈവ് വീഡിയോയിലൂടെയൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ മാക്സിമം നിങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാം. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി നിങ്ങളെ കൂടുതൽ സന്തോഷം എനിക്ക് അറിയാൻ പറ്റുന്ന എപ്പോഴായിരിക്കും? 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും. കാര്യം ഫോർ എക്സാമ്പിൾ ഇന്നെത്രയാണ്? ഇന്നിപ്പോൾ നമ്മുടെ സെപ്റ്റംബർ 27. സെപ്റ്റംബർ 27 എന്ന് പറയുമ്പോഴത്തേക്ക് പോട്ടെ, സെപ്റ്റംബർ ഫുള്ള് കൂട്ടിക്കും. ഒക്ടോബർ ലാസ്റ്റിൽ നമ്മൾ ഇതേപോലെ ഒന്നുകൂടെ കാണും. അപ്പോൾ നിങ്ങളുടെ സക്സസ് റേഷ്യോ എനിക്ക് കമൻറ്റിൽ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും സംശയങ്ങളോ ഞാൻ വിട്ടുപോയ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ടെലഗ്രാം ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ഇതാണ്ട് ലിങ്കിൽ തന്നെ ഉണ്ട്, ടെലഗ്രാം ഡിസ്ക്രിപ്ഷനിൽ തന്നെ ടെലഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ആയിക്കോളുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക. പിന്നെ യൂട്യൂബിൽ ഓരോ അനാലിസിസ് ഇടുമ്പോഴും നിങ്ങൾ, അതായത് അവരിനി എന്തെങ്കിലും കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ മോഡിഫിക്കേഷൻ വരുത്താനുണ്ടെങ്കിൽ ആ സജഷൻസും നിങ്ങൾക്ക് യൂട്യൂബിൽ ഇന്ന് മുതൽ വീഡിയോസായിട്ട് നിങ്ങൾക്ക് ഇടാം. ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കമൻ്റായിട്ട് നിങ്ങൾക്ക് ഇടാം. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കുറേ നാൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് എൻ്റെ ടച്ച് കുറച്ച് പോയിരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഞാൻ സംസാരിച്ചതിൽ വന്നിട്ടുണ്ടെങ്കിൽ സോറി. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.